കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വാ. ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടല്ലോ, മാറ്റിയിട്. ഇവിടെ സ്റ്റാൻഡ് പിടിക്കാൻ വന്നൊന്നുമല്ല, മാറ്റിയിടോ. മാറ്റിയിട്ടോളാം. അതെ, നിങ്ങൾ ഇവിടുത്തെ ഓണറൊന്നും അല്ലല്ലോ, വേറെ സെക്യൂരിറ്റി അല്ലേ? ജയന്തി മോളെ, അതെ ഇത്രയും വലിയ ജൗളിക്കടയിലൊക്കെ കയറണോ? ഇവിടുന്ന് എടുക്കാനല്ലേ ജഗന്നാഥൻ സാർ പറഞ്ഞത്. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? ഇഷ്ടംപോലെ കാശല്ലേ ഇവിടെ. നമുക്ക് ഇന്ന് കൊറേ സാരി വാങ്ങിക്കണം. നക്ഷത്രം ഇവിടേക്ക് വരാന്നാ പറഞ്ഞത്, കണ്ടില്ലല്ലോ. നക്ഷത്രം വരട്ടെ, നിങ്ങൾ തുടങ്ങിക്കോ. ഹലോ ഹലോ, ഒരു മിനിറ്റ്, ഇവിടെ റേഞ്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അമ്മേ, ഓഫീസിൽ നിന്നാ. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ വരാം. രാജുവേട്ടാ, കട്ട് ചെയ്യണ്ട, ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഓ, അതെ, താൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് സിനിമ കാണാൻ വന്നേന്ന് വിചാരിച്ചോ? മാറി നിൽക്ക അങ്ങോട്ട്. ഇതേപോലൊരു ടെക്സ്റ്റൈൽസിൽ ഞങ്ങള് കയ്യും വീശി വരുമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കമ്മേ, ഞങ്ങളെ 500ന്റെ കെട്ടുമായിട്ടാ വന്നിരിക്കുന്നത്. ജയന്തി, നീ ഒന്ന് അടങ്ങി നിൽക്ക്. എന്താ പ്രശ്നം? ഈ പ്രശ്നം ഞങ്ങള് തമ്മിൽ തീർത്തോളാം. എന്റെ പൊന്നു സാറേ, എവര് വന്ന ഓട്ടോ ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞാ ഈ പെണ്ണുമ്പോൾ ഈ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഓട്ടോയിലാ വന്നേന്ന് കരുതി കാശില്ലാത്തവരാണെന്ന് താൻ വിചാരിച്ചോ? ഇവിടെ വരുമ്പോഴേ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരണോ? ഇവിടെ വരുന്നവരെല്ലാം നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലേ? അവരെ പണക്കാരൻ പാവപ്പെട്ടവൻ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല. സോറി സാർ, ഇവരല്ല എനിക്ക് വേണ്ടപ്പെട്ട ആളുകള്. അയ്യോ അയ്യോ, എന്ത് വില കൂടിയ ഡ്രസ്സുകളാ ഇതൊക്കെ. ഇവിടുത്തെ പ്രതിമകളായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഇവളുടെ വിവാഹത്തിന്റെ ഡ്രസ് എടുക്കാൻ വന്നതാ മോനെ. ശ്യാമയുടെ വിവാഹോ? എന്നിട്ട് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതേ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊള്ളാം, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇക്കാര്യം മറച്ചു വെച്ചു അല്ലേ? ഞങ്ങള് പാവങ്ങളല്ലേ സർ? അതെന്താ, പാവങ്ങളുടെ കല്യാണം വേറെ ആരും അറിയാൻ പാടില്ലെന്നുണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ മാരേജ്? അടുത്ത മാസം 9-ാം തീയതിയാ. നെക്സ്റ്റ് 9th-നോ? വാട്ട് എ കോയിൻസിഡൻസ്, അത്ഭുതമായിരിക്കുന്നു. എന്റെ മാരേജും ഫിക്സ് ചെയ്തിരിക്കുന്നത് അടുത്ത മാസം 9-നാ. അതെയോ? അപ്പോ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നിച്ച് നടക്കുമല്ലേ? അതേതായാലും ഗുണമായി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കൂടുണ്ടല്ലോ. ഇനി എന്തിനാ സമയം മെനക്കെടുത്തുന്നേ? വാ വാ, നമുക്ക് ഡ്രസ് എടുക്കാം, വാ. എന്റെ ഫാമിലി ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ട്, പോകുന്നതിന് മുമ്പ് കാണാം മോനെ, വാ. അഖിലിന്റെ അമ്മയാ. അവരെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മുതൽ വിളിച്ചോണ്ടിരിക്കുവാ. അവര് കുറച്ച് താമസിച്ചൊക്കെ എത്തിയാ മതി. അപ്പോഴേക്കും എനിക്കൊരു ടീഷർട്ടും പാൻസും ഒക്കെ നീ സെലക്ട് ചെയ്തതാ. അവരെത്തിയിട്ടുണ്ടെങ്കിലോ? ഞാൻ ഡ്രൈവറാന്ന് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ ഡ്രൈവറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ കാണാതെ നീ മാറി നിന്നാ മതി. എനിക്കും 2-3 സാരികളൊക്കെ എടുക്കാനുണ്ട്. ഇനി പുടവൊക്കെ കൊടുത്ത് പഠിക്കാനുള്ളതാ. കോൾ എടുക്ക. ഈ തള്ള ഒരു ശല്യമായി. ഞാൻ ഉടനെ എത്തും അമ്മ. നമുക്ക് ആദ്യം നിനക്കുള്ളത് എടുക്കാം. നിങ്ങൾക്കുള്ള സാരി കൂടി സെലക്ട് ചെയ്തോളണേ.
നമുക്കാദ്യം നക്ഷത്രക്കുള്ളതെടുക്കാം. ഇത് നക്ഷത്രയ്ക്ക് മാച്ച് ആവുമോ? ഞങ്ങളെക്കാളും നക്ഷത്രയുടെ ഇഷ്ടങ്ങൾ അറിയാവുന്നത് അമ്മയ്ക്കല്ലേ? ഏത് സെക്ഷനിലാ പോണ്ടേ? അതെ, ഈ കാഞ്ചീപുരം ബനാറസ് അങ്ങനെ വില കൂടിയ സാരികളൊക്കെ എവിടെയാ? അങ്ങോട്ട് ചെന്നോളൂ. ശ്ശോ. അയ്യോ എന്റെ പ്രതിമേ. ഇത് കുറച്ചുകൂടി നല്ലതല്ലേ അമ്മേ? എന്തായാലും ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് മാറ്റി വെക്ക്. വേറെ കുറച്ച് വെറൈറ്റി കൂടി നോക്കാം. നക്ഷത്രം ഇതുവരെ എത്തിയില്ലല്ലോ. എന്തോരം സാരികളാ ഇവിടെ. ഒരു 10 എണ്ണമെങ്കിലും എനിക്ക് എടുക്കണം. ശ്ശോ. അതെ ദേ, ആ സാരി ഒന്നിങ്ങടുത്തേ. അതല്ല ദേ, അത് നിങ്ങൾ ഇത് എവിടെയാ നോക്കുന്നത് ചേട്ടാ? അതല്ല, അത് തന്നെ. ശ്ശോ. ഒന്ന് അടങ്ങിയിരിക്കെന്റെ ജയന്തി. നമ്മളെ സാരി എടുക്കാൻ വന്നതാ. എല്ലാം എടുത്ത് ഇടട്ടമ്മേ. ചേട്ടാ അതും കൂടെ. എടുത്ത് ബഹളം വെക്കാതെ, ഇവിടെ വേറെ ആളുകളൊക്കെ ഉണ്ട്. അതിന് നമുക്കെന്താ? നമ്മളെ കാശ് കൊടുത്തിട്ട് തന്നെയാ ഡ്രസ് എടുക്കാൻ വന്നേ. ആരാ അവിടെ മാനേഴ്സ് ഇല്ലാതെ ബഹളം വെക്കുന്നേ? നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. മാഡം, ഹലോ, അവിടെ മാത്രമേ ഉള്ളോ? ഇവിടെ കുടിക്കാനൊന്നും ഇല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ആ പറഞ്ഞാ പോരാ, കൊണ്ടുവരണം. എന്താ? ഒന്ന് വന്ന് ആ സാരി നോക്ക്. അത് അവളല്ലേ ശ്യാമ? അവൾക്ക് ഇവിടെ പർച്ചേസിന് വരാനുള്ള ക്യാഷ് എവിടുന്നാ? ഐശ്വര്യ, ഈ സാരി നോക്കി, നല്ല ഡിസൈൻ അല്ലേ? കുഴപ്പമില്ല, ഏട്ടത്തേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോ. ഇത് രണ്ടും മതിയോ സാർ? ആ മതി, ബില്ല് ചെയ്തോളൂ. ഓക്കെ സാർ. വാ, ഇനി നിനക്കുള്ള സാരി നോക്കാം. 2-3 എണ്ണം നോക്കണം. കാഷ്വൽ വേറെ മതി. നോക്കാന്നേ, വാ. എന്നെ കാണണ്ട, മറഞ്ഞു നിൽക്കാം. സാർ, സ്യൂട്ട് നോക്കാനാണ് സാർ? ആ നോക്കണം, വേറെയും ചില പർച്ചേസിംഗ് ഉണ്ട്. ആ പട്ടുസാരികളുടെ സെക്ഷൻ എവിടെയാ? നോർമലാണോ വേണ്ടത്? ആ നോർമൽ അല്ല, കുറച്ച് കോസ്റ്റ്ലിയാ. 3rd ഫ്ലോർ. ഓക്കെ, താങ്ക് യു. ശരി സാർ. എന്റെ ശ്വാസം നിന്നുപോയി. നിനക്ക് സാരി എടുക്കണമെന്നല്ലേ പറഞ്ഞതാ? അത് നോക്കിയിട്ട് ഞാൻ മാറി എന്നോളാം. വാ. അവരൊക്കെ അവിടെ ഇരിക്കുക. അവിടെയോ? അങ്ങോട്ട് പോ. ഓക്കെ, മാറി നിൽക്കാം. നമ്മൾ ഇനി ഇവിടെ നിന്ന കുഴപ്പാവും. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഏത് റേഞ്ചാ നോക്കുന്നത്? പ്രൈസ് ഒന്നും നോക്കണ്ട, ഒരു ഗിഫ്റ്റ് കൊടുക്കാനാ. ആള് ഇരുന്നറാ, കുറച്ച് സ്ലിമ്മാ. ഇതിലേതായിരിക്കും ശ്യാമയ്ക്ക് ഇഷ്ടപ്പെടുന്നത്? താഴെ പോയി. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുതരാം. നീ എന്താ ജയന്തി കാണിക്കുന്നേ? ഇതെല്ലാം നമുക്ക് കാണാനും വാങ്ങാനും വെച്ചേക്കുന്നതല്ലേ? ചോദിക്കാതെ തന്നെ എല്ലാം എടുത്തിടണം, അല്ലാതെ ഇവർക്ക് വേറെ എന്താ പണി? ഏട്ടത്തി ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണോ? നീ നോക്കിക്കേ, കണ്ടോ അവിടെ അവര് ചോദിക്കാതെ എല്ലാം നിവർത്തിയിട്ടിരിക്കുന്ന കണ്ടോ? നമ്മൾ 10 എണ്ണം ചോദിച്ചാ 1 എണ്ണം എടുത്തിടും. അങ്ങനെ ഇപ്പൊ വേണ്ട. വാങ്ങിച്ചില്ലെങ്കി എന്താ? ഇതെല്ലാം ഇങ്ങനെ വിടർത്തി കാണുന്നത് തന്നെ മനസ്സിനൊരു കുളിർമയല്ലേ? അമ്മ, സാരി മാത്രം നോക്കിയാ മതിയോ?
അച്ഛനും അരവിന്ദേട്ടനും അപ്പൂനൊക്കെയുള്ള ഡ്രസ്സ് വാങ്ങണ്ടേ? ആ നീ പോയി അതൊക്കെ വാങ്ങ്. ഞാനേ ഇതൊക്കെ ഒന്ന് കണ്ടു തീർക്കട്ടെ. മോളെ നീ അത് പോയി നോക്ക്. ഞാനിവിടെ ഇരിക്കാം. ഇല്ലെങ്കിലേ ഇവളീ സാരി മുഴുവൻ വലിച്ചു പുറത്തിടും. ശ്ശോ, കൊണ്ടുവന്ന കാശ് മുഴുവൻ ഇവൾക്ക് സാരി വാങ്ങാനേ തികയൂ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ ശ്യാമ, ഞാൻ ശ്യാമ അന്വേഷിച്ച് വരുമായിരുന്നു. ശ്യാമയ്ക്കൊരു വിവാഹ സമ്മാനം തരാം. കല്യാണ പെണ്ണിന് എന്റെ വക ഒരു ഗിഫ്റ്റ്. സമ്മാനം നിരസിക്കുന്ന ശരിയല്ലെന്നറിയാം, എന്നാലും ഇതൊന്നും വേണ്ട. ആ അത് പറ്റില്ല. ശ്യാമയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആകില്ല തരുന്നത്. കഴിഞ്ഞിട്ട് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. അഖിൽ സാറിന്റെ കല്യാണമല്ലേ? വിവാഹ സമ്മാനമൊന്നും ഇപ്പൊ തരണ്ട. കല്യാണത്തിന് ശേഷം എന്നെ നക്ഷത്രം വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു ഉഗ്രൻ സദ്യ തന്നാ മതി. നക്ഷത്രയുടെ കാര്യം പറഞ്ഞാലോ? ഇനി ചിലപ്പോ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ആ ശ്യാമ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അഖിൽ സാർ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശ്യാമ? ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാ. അതിനൊക്കെ തെളിവുണ്ടോ എന്ന് ചോദിച്ചാ എന്റെ കയ്യിലില്ല. എന്തിനാ തെളിവ്? ശ്യാമ പറഞ്ഞ എനിക്ക് വിശ്വാസ. പറഞ്ഞോ. അഖിൽ, അയ്യോ ഐശ്വര്യ മാഡം, ഞാൻ അഖിൽ സാറിന്റെ കൂടെ നിൽക്കുന്ന കണ്ട കുഴപ്പം. ശ്യാമ, എടോ എന്താ താൻ പറയാൻ വന്നത്? ഞാൻ ഇനി കാണുമ്പോ പറയാം. ശ്യാമ. അഖിൽ, അമ്മ അന്വേഷിക്കുന്നു. അഖിലിന്റെ കൂടെ നിന്നത് ശ്യാമയല്ലേ? അതെ. അവളെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി കാണാതിരിക്കുന്നതാ നല്ലത്. അഖി വന്നേ. എന്തായിരിക്കും ശ്യാമ എന്നോട് പറയാൻ തുടങ്ങിയത്? അമ്മേ ഒന്നൂടെ അമ്മേ. അമ്മേ, നീ ഇത്ര പെട്ടെന്ന് വാസുവേട്ടനും അരവിന്ദനും ഉള്ളത് എടുത്തോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോ അഖിൽ സാറിനെ കണ്ടു. അഖിൽ സാർ എനിക്ക് തന്ന വിവാഹ സമ്മാനം. നിനക്കെന്തിനാ അവൻ വിവാഹ സമ്മാനം തരുന്നത്? ഇങ്ങടുത്തെ സാരിയാണ്. ഒരു 10,000 രൂപ മുടക്കി കാണും. ഇതെന്തായാലും വില കൂടിയ പട്ടുസാരിയാ. ആ പിന്നെ ഇതിന്റെ പ്രൈസ് ടാഗ് ഒന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഈ സാരിക്ക് എത്ര വില വരും? ഇത് കല്യാണത്തിനുള്ള സ്പെഷ്യൽ പുടവയാ. ഒരു 30,000 രൂപയാവും. എത്രയാ? 30,000. ജയന്തി, അമ്മേ, 30,000 രൂപയുടെ സാരി ഇവക്ക്. അവൻ അതിങ്ങെടുക്കൂ. ഇതാണോ? അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുമല്ലേ? നമുക്ക് ഡ്രസ് എടുക്കുന്നതല്ലല്ലോ പ്രധാനം. അഖിലിനും നക്ഷത്രയ്ക്കും അല്ലേ.
നക്ഷത്ര ഇനി എത്തിയില്ലല്ലോ. നക്ഷത്ര ട്രാഫിക് ബ്ലോക്കിലായി കാണും. നിശ്ചയത്തിനുള്ള സാരി അമ്മ തന്നെ നോക്കൂ. നക്ഷത്രയുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഏത് കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠ വേണ്ടേ? ഇനി വെയിറ്റ് ചെയ്യണ്ട അമ്മ. അമ്മ തന്നെ ഒരു സാരി സെലക്ട് ചെയ്യേ. മോനെ, ഇതെങ്ങനെയുണ്ട് നക്ഷത്രയ്ക്ക്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നക്ഷത്രയ്ക്കും ഇഷ്ടപ്പെടും. ആ സാരി ഒന്നെടുത്തേ. ഇത് കൊള്ളാം. ഇത് നക്ഷത്രയ്ക്ക് ഇഷ്ടപ്പെടും അല്ലേ? ആ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മ. എത്ര നേരം മോളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? സോറി അമ്മ, ഇത്തിരി വൈകിപ്പോയി. ആ, നക്ഷത്രം വന്നപ്പോഴാ അഖിലിന്റെ മുഖം ഒന്ന് തെളിഞ്ഞത്. കാത്തുനിന്നും അടുത്തുല്ലേ? ശ്യാമേ, അച്ഛനും അരവിന്ദനും ഉള്ള ഡ്രസ്സ് നോക്കിയോ? ഇല്ല. നീ അത് വാങ്ങ്. ഞാൻ ജയന്തിയും കൂട്ടി അപ്പൂനുള്ളത് എടുക്കാം. അതെ, ജയന്തി 5 സാരി എടുത്തു വെച്ചത്. 5? ആ, ഞാൻ പിന്നെ ദേഷ്യപ്പെട്ട് അത് 2 ആക്കി. മുഖം വീർപ്പിച്ചിരിപ്പുണ്ട്. അതൊന്നും മോള് കാര്യാക്കണ്ട. ചെല്ല്. അഖിലിനുള്ള സൂട്ട് എടുത്തോ അമ്മ? മോളും കൂടി വന്നിട്ടാവാന്ന് കരുതി. എങ്കിൽ അഖിലിനുള്ള ഡ്രസ്സ് ഞങ്ങൾ 2 കൂടി പോയി എടുത്തോട്ടെ അമ്മ. ഇതുവരെ അഖിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മയാ. എത്ര പെട്ടെന്നാ നക്ഷത്ര അഖിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയത്. അവരെ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് വിട്ടേക്ക്. ഒന്നിച്ച് ജീവിക്കേണ്ടത് അവരല്ലേ? ഇതെടുക്കാം. ഇതൊന്ന് വെച്ച് നോക്കി. കൊള്ളാല്ലേ? ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ. You look handsome. താങ്ക് യു. നമുക്ക് സെൽഫി എടുത്താലോ? ഓ, പിന്നെന്താ? എടുക്കാം. ഇത് കൊള്ളാല്ലേ? ഇവൾ അഖിൽ സാറിനോട് കൂടുതലെടുത്ത് ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കണ്ണാ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ, നോക്കാം. നക്ഷത്രം എന്നെ വിട്ട് പോവോ? ഏയ് ഇല്ല. ഇനി വേറൊന്നും എടുക്കാനില്ലല്ലോ. അഖിലിന്റെ സെക്ഷൻ കൂടി കഴിഞ്ഞാൽ ഓക്കെയാ. ഓക്കെ, വാ.